നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ തന്ത്രപ്രധാന മേഖലയിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ശ്രീനിഷ് പൂക്കോടിനെതിരെ നടക്കുന്നത് ശക്തമായ അന്വേഷണം. മലപ്പുറം മഞ്ചേരി സ്വദേശിയായ കരാർ ടെക്നീഷ്യൻ ശ്രീനിഷ് പൂക്കോടിനെ ഡിസംബർ 20-നാണ് അറസ്റ്റ് ചെയ്തത്. അയാൾ അതീവ സുരക്ഷാ മേഖലയിൽ കടന്ന് നിർമ്മാണത്തിലിരിക്കുന്ന നാവികസേന കപ്പലിന്റെയും INS വിക്രാന്തിന്റെയും ദൃശ്യങ്ങൾ പകർത്തി സമൂഹമാധ്യമ ഗ്രൂപ്പായ ഏഞ്ചൽ പായലിനെ കൈമാറിയിരുന്നു. അതീവ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച കാര്യം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയും IBയുമാണ് കണ്ടെത്തിയത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പരാതിയിലാണ് എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തത്. മാർച്ച് മുതൽ ഡിസംബർ 19 വരെയുള്ള കാലയളവിലാണ് സുരക്ഷാ മേഖലയിൽ കടന്ന് ചിത്രങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങൾ പകർത്തിയതിനും വിദേശ ബന്ധമുള്ള ഗ്രൂപ്പുകൾക്ക് കൈമാറിയതിനുമാണ് പ്രധാനമായി അന്വേഷണം തുടരുന്നത്. വിദേശ ബന്ധമുള്ള ഏഞ്ചൽ പായൽ എന്ന സമൂഹ മാധ്യമ അക്കൗണ്ടിനെ കുറിച്ച് IBയും രഹസ്യാന്വേഷണ ഏജൻസിയും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മിലിറ്ററി ഇന്റലിജൻസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. ഒരു സ്ത്രീയാണ് ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്നാണ് സൂചന. ശ്രീനിഷിന്റെ ഫോണിന്റെ സൈബർ ഫോറൻസിക് പരിശോധന റിപ്പോർട്ടിനും പ്രാധാന്യമുണ്ട്. കൂടാതെ അന്വേഷണ സംഘം ഫേസ്ബുക്കിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഏഞ്ചൽ പായലിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കപ്പൽശാലയിലെ ചിത്രങ്ങൾ പകർത്തിയതെന്ന് ശ്രീനിഷ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായാണ് സൂചന. ശ്രീനിഷ് പങ്കുവച്ച ചിത്രങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇടപാടുകൾ പരിശോധിക്കുന്നതിനായി ഇയാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മുംബൈ നേവൽ ഡോക്ക് യാർഡിൽ നിന്നുള്ള വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട കേസിലും ഏഞ്ചൽ പായൽ എന്ന പേര് ഉയർന്നു വന്നിരുന്നു. ഡിസംബർ 13-ന് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് നാവിക ഡോക്ക് യാർഡിലെ അപ്രന്റീസായ ഗൌരവ് പാട്ടീലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിരോധ ആവശ്യത്തിനുള്ള കപ്പലിന്റെ നിർമ്മാണം എന്നത് അതീവ രഹസ്യമായ കാര്യമാണ്. പ്രതിരോധ കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ, VVIPകളുടെ സന്ദർശന വിവരങ്ങൾ, കപ്പലിനുള്ളിലെ വിവിധ സാങ്കേതിക വിദ്യകളും സവിശേഷതകളും എന്നിവ വ്യക്തമാക്കുന്ന വീഡിയോകൾ അയച്ചു കൊടുത്തിട്ടുള്ളതായി പറയുന്നു. ഫേസ്ബുക്ക് വഴിയാണ് ശ്രീനിഷ് പൂക്കോടൻ ഏഞ്ചലുമായി പരിചയത്തിലാവുന്നത്. പിന്നീട് സ്ഥിരമായി ഇവർ ചാറ്റ് ചെയ്യാറുണ്ട്. ഈ സ്ത്രീ ഒരിക്കൽ നേരിട്ട് വിളിക്കുകയും വിവരങ്ങൾ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടെന്നും ശ്രീനിഷ് പൂക്കോടൻ പോലീസിന് മൊഴി നൽകി. ഇന്റലിജൻസ് ബ്യൂറോ, കപ്പൽശാലയിലെ ആഭ്യന്തര സുരക്ഷാ അന്വേഷണ വിഭാഗം എന്നിവരാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഏഞ്ചലിന്റെ വിദേശ ബന്ധങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ചില സന്ദേശങ്ങൾ നീക്കം ചെയ്തതും സംശയം വർദ്ധിപ്പിക്കുന്നു. ഇത് സൈബർ ഫോറൻസിക് വിഭാഗത്തിന്റെ സഹായത്തോടെ വീണ്ടെടുക്കും. ഫോൺ കോളുകളുടെയും സമൂഹമാധ്യമ അക്കൗണ്ടിന്റെയും വിവരങ്ങളും അന്വേഷിച്ചു വരുന്നു. ഇന്റലിജൻസ് ബ്യൂറോയും CSL ആഭ്യന്തര അന്വേഷണ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിഞ്ഞതെന്ന് പോലീസ് വെളിപ്പെടുത്തി. CSLന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കെതിരെ കേസെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മാണത്തിലിരിക്കുന്ന കപ്പലുകളുടെ ചിത്രങ്ങളും വീഡിയോകളും CSLൽ പങ്കിട്ടതായി ഞങ്ങൾ കണ്ടെത്തി. പെൺകുട്ടികളുമായി വിശദാംശങ്ങൾ പങ്കിടാൻ ഉപയോഗിച്ച മൊബൈൽ ഉപകരണം ഫേസ്ബുക്ക് വഴി കണ്ടെടുത്തു. എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഏഞ്ചൽ PTNA എന്ന വ്യക്തിയുമായി ശ്രീനിഷ് ചിത്രങ്ങളും വീഡിയോകളും പങ്കിട്ടതായി പോലീസ് പറഞ്ഞു. ദുബായ് ആസ്ഥാനമായുള്ള ഒരു കമ്പനിയുമായി ബന്ധമുള്ളയാളാണ് യുവതി. പ്രദേശത്തിന്റെ അതീവ സുരക്ഷയുടെ സ്വഭാവം കണക്കിലെടുത്ത് അത്തരം വിവരങ്ങൾ പങ്കിടുന്നതോ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്.